സൈൻ 120 എന്ന് പറഞ്ഞാൽ സൈൻ എന്തെഴുതാം? 180 മൈനസ് 60 എന്ന് എഴുതാം. 120യെ കൺവേർട്ട് ചെയ്യുന്നു 180 മൈനസ് 60. 180 മൈനസ് 60 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്. സോ സൈൻ 60 എന്ന് എഴുതാം. 120 പ്ലസ് 120 പ്ലസ് 120 360 കിട്ടും. 2π എന്ന് പറഞ്ഞാൽ 360. ആൽഫ 120 ആണെങ്കിൽ ആൽഫ ബൈ 2 60 60 60. മറ്റൊന്നുമില്ല, അവരിതിനെ സൈൻ സ്ക്വയർ ഹോൾ ക്യൂബ് പ്ലസ് കോസ് സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്ന് എഴുതും. എന്നിട്ട് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, എ പ്ലസ് ബി ഹോൾ ക്യൂബ് മൈനസ് 3ab എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ക്ലാസ്സസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. 2025 കീം ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇന്ന് മാത്തമാറ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത് ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രി ടോപ്പിക്കിൽ 2025 കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ വർഷം 2026 കീം എൻട്രൻസിന് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്രാഷ് ബാച്ചുകൾ ഫോർ CBSE സ്റ്റുഡൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 13 അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് മാർച്ച് 18 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സൗകര്യം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് അതിൻ്റെ തിയറി നിങ്ങൾക്ക് ബ്രീഫ് ചെയ്യും, ഫോർമുലാസ് പറഞ്ഞു തരും. ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും. അതുപോലെ തന്നെ ആ ടോപ്പിക്കുമായി കണക്ട് ചെയ്തൊരു മോക്ക് എക്സാമും ഉണ്ടാവും. ഡെയിലി ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്കുകളെക്കുറിച്ചും അതിൻ്റെ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് തന്നെ കിട്ടും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 11th 12th പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കൂളിലും എൻട്രൻസിനൊക്കെ തിയറി ടോപ്പിക്കിനൊരു സപ്പോർട്ട് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് NCERT ബേസ്ഡ് ചാപ്റ്റർ വൈസ് തിയറി, മാത്തമാറ്റിക്സിലൊക്കെ ആണെങ്കിൽ NCERT എക്സസൈസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും തിയറി പ്ലസ് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രൊഫസർ PC തോമസ് ക്ലാസ് ചൈതന്യ ക്ലാസ്സസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് കാണാം. ആവശ്യമുള്ള സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ടോപ്പിക്കിലേക്ക് വന്നാൽ ട്രിഗണോമെട്രിയിൽ നിന്ന് ഏകദേശം 25-26 ക്വസ്റ്റ്യൻസാണ് 2025 ചോദിച്ചത്. 6 എക്സാമുകൾ ഏകദേശം 4-5 ക്വസ്റ്റ്യൻ വീതം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിയിൽ അത്ര ടഫായിട്ടുള്ള ഫോർമുലാസ് ഒന്നും വന്നിട്ടില്ല. വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ ടഫ് ഫോർമുലാസ് എന്ന് പറയാനില്ല. NCERT ഫോർമുലയൊക്കെ പഠിച്ചാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ഫോർമുലാസ് ചിലതൊക്കെ പഠിച്ചാൽ കുറച്ചുകൂടെ സ്പീഡിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, first question, f of x is equal to cos x, then the value of half f of x plus y, that is half f of x plus y എന്ന് പറഞ്ഞാൽ cos x plus y എന്ന് വരും, പ്ലസ് എഫ് ഓഫ് y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos y മൈനസ് എക്സ് എന്ന് വരും. കോസിനെ സംബന്ധിച്ചിടത്തോളം cos y മൈനസ് എക്സ് എന്ന് എഴുതിയാലും cos x മൈനസ് y എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. ബിക്കോസ് cos ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു cos തീറ്റ. അപ്പോൾ cos ഓഫ് x മൈനസ് y മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ cos x, എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ cos y. ഓക്കെ, നോക്കൂ, ഇതിനെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. cos x പ്ലസ് വൈ പ്ലസ് cos x മൈനസ് വൈ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 cos x cos y എന്ന് കിട്ടും. പിന്നെ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഹാഫ് ക്യാൻസലായി പോകുന്നു. cos x cos y മൈനസ് cos x cos y ക്യാൻസലായിപ്പോയി. ആൻസർ 0, 5th ഓപ്ഷൻ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ, tan 15 മൈനസ് tan 75. ഒന്നുകിൽ tan 15ൻ്റെയും tan 75ൻ്റെ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ളവർ tan 15 2 - √3,
ടാൻ 75 2 പ്ലസ് റൂട്ട് 3. അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. 2 മൈനസ് റൂട്ട് 3 പ്ലസ് 2 പ്ലസ് റൂട്ട് 3. റൂട്ട് 3 ക്യാൻസൽഡ്. ആൻസർ ബിക്കം 4. വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഇനി നിങ്ങൾ ആ റിസൾട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ, അതായത് ടാൻ 15ൻ്റെയും ടാൻ 75ൻ്റെയും വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇതിനെ ടാൻ സൈൻ ബൈ കോസ് എന്ന് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടാൻ എ പ്ലസ് ടാൻ ബി, ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ട്. ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. ഇതിനെ സൈൻ ബൈ കോസ് ആക്കുന്നതാട്ടോ. സൈൻ എക്സ് പ്ലസ് വൈ ബൈ കോസ് എക്സ് കോസ് വൈ എന്ന് പറഞ്ഞ റിസൾട്ട് ഉണ്ട്. ഓക്കെ, ആ റിസൾട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ന്യൂമറേറ്റർ സൈൻ 15 പ്ലസ് 75 വരും, ദാറ്റ് ഈസ് സൈൻ 90 വരും. ഡിനോമിനേറ്റർ കോസ് 15 ഇൻറ്റു കോസ് 75 വരും. കോസ് 75 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? കോസ് 90 മൈനസ് 15 എഴുതാം. 75നെ മാറ്റി 90 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 15 ആണ്. 90 മൈനസ് തീറ്റ കോ ഫംഗ്ഷൻ വരും. 90 പ്ലസ് ആയാലും 90 മൈനസ് ആയാലും കോ ഫംഗ്ഷൻ വരും. അപ്പോൾ സൈൻ 91 ആണ് ഡിവൈഡഡ് ബൈ കോസ് 15 ഇൻറ്റു സൈൻ 15 എന്ന് വരും. അപ്പോൾ ഇൻറ്റു 2 ചെയ്തു, ബൈ 2 ചെയ്തു. ഇതപ്പോൾ എന്തായി? ബൈ 2 ന്യൂമറേറ്ററിലേക്ക് പോയി. ഡിനോമിനേറ്റർ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ, ദാറ്റ് ഈസ് സൈൻ 30. അതെത്ര കിട്ടും? 1/2 കിട്ടും. സൈൻ 30 1/2. 2 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 4 കിട്ടും. ഏറ്റവും എളുപ്പം ഇതായിരിക്കും, ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 2y എന്നും വൈ ഈക്വൽ ടു π/4 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, y ഈക്വൽ ടു π/4 ഇവിടെ കൊടുത്താൽ എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു π/4 എന്ന് തന്നിട്ടുണ്ട്. അതിവിടെ കൊടുത്താൽ π/2 എന്ന് കിട്ടും. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ, വൈ എന്ന് പറയുന്നത് π/4 ആണ്, ടാൻ π/4 1 ഇൻറ്റു ടാൻ ഇസഡിന് ചെറിയൊരു ചേഞ്ച് വരുത്തുവാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ ഇസഡ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. എക്സ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ ടാൻ ഇസഡ് എന്ന് പറഞ്ഞാൽ ടാൻ π/2 മൈനസ് എക്സ് എന്ന് എഴുതുന്നു. എക്സ് റൈറ്റിലേക്ക് കൊണ്ടുപോയി രണ്ട് സൈഡും ടാൻ എടുക്കുന്നു. ടാൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടാൻ ഇസഡ് എന്നതിന് പകരം കോട്ട് എക്സ് എന്ന് കൊടുക്കുന്നു. ടാൻ എക്സ് അങ്ങനെ എഴുതുന്നു. വൈക്ക് പകരം π/4 കൊടുത്തു. ടാൻ ഇസഡിന് പകരം കോട്ട് എക്സ്. കോട്ട് എക്സ് ഈസ് 1/tan x. ടാനും കട്ടായി പോകുന്നു. ആൻസർ ബിക്കം 1 എന്ന ആൻസർ കിട്ടുന്നു. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എ കോസ് എക്സ് പ്ലസ് കോസ് വൈ ബി. ദെൻ a/b കണ്ടുപിടിക്കണം. a/b എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. ഫോർമുല അപ്ലൈ ചെയ്യാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ 2 സൈൻ എക്സ് പ്ലസ് y/2 ഇൻറ്റു കോസ് എക്സ് മൈനസ് y/2. NCERT ഫോർമുല ബൈ ബി എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് കോസ് വൈ 2 cos x plus y/2 into cos x minus y/2. Cos cancel, 2 cancel. This become tan x plus y/2. Sin by cos എന്ന് പറയുമ്പോൾ tan വരും. x plus y തന്നിട്ടുണ്ട്. അപ്പോൾ x plus y/2 എന്ന് പറയുമ്പോൾ 2 കട്ടായി പോവില്ലേ? ദാറ്റ് ഈസ് tan π/3. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 2π/3 ആണ്. /2 അല്ലെങ്കിൽ ഈ 2 താഴേക്ക് കൊണ്ടുവന്നാൽ അത് എക്സ് പ്ലസ് y/2 ഈക്വൽ ടു π/3. ടാൻ π/3 എന്ന് പറഞ്ഞാൽ ടാൻ 60 ആണ്. ടാൻ 60 √3 ബൈ ഹാർട്ട് പഠിച്ചിരിക്കുന്നതാണ്. തേർഡ് ഓപ്ഷൻ കിട്ടും. ഡയറക്റ്റ് ഫോർമുല NCERT ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ആൽഫ തന്നിട്ടുണ്ട്. ടാൻ ആൽഫ കണ്ടുപിടിക്കണം. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പാറ്റേൺ അപ്ലൈ ചെയ്താലും മതി. ട്രയാങ്കിൾ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ട്രിഗണോമെട്രിയുടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ വാട്ട്സ് അഡ്ജസൻറ്റ് സൈഡ്? √2
169 minus 144, that is root 25, it become 5. അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ടാൻ ആൽഫയാണ് ആവശ്യം. ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 12/5 എന്ന് കിട്ടും. 12/5. ഇനി അടുത്തൊരു പ്രശ്നമുള്ളത് ഏത് ക്വാഡ്രൻറ്റിലാണ് ആൽഫ വരുന്നത്? π/2 മുതൽ 3π/2 വരെ. അപ്പോൾ അത് എവിടെ വരാം? സെക്കൻഡിൽ വരാം, തേർഡിൽ വരാം, അല്ലേ? സെക്കൻഡിൽ വരാം, തേർഡിൽ വരാം. അപ്പോൾ ടാൻ ആൽഫ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാൻ ആൽഫ ഇതിനകത്ത് ±12/5. പിന്നെ ഒരു കാര്യം ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്, ആൽഫ സെക്കൻഡിലും തേർഡിലും ആണെങ്കിൽ സൈൻ പോസിറ്റീവ് അല്ലേ? സൈൻ പോസിറ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുള്ളൂ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് എടുക്കാം. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഈ ടാൻ എന്തായിരിക്കും? ടാൻ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ തേർഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. തേർഡിലായിരുന്നുവെങ്കിൽ ആൻസർ പോസിറ്റീവ് വന്നേനെ, ബിക്കോസ് ഇറ്റ് ഇസ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ടാൻ ബിക്കം നെഗറ്റീവ്. നെക്സ്റ്റ്, ഇത് ഡയറക്റ്റ് ഫോർമുലയാണ്. ഏതാണ് ഫോർമുല? ടാൻ 3x ഈക്വൽ ടു 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. അതേ ഫോമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സിൻ്റെ പ്ലേസിൽ 15 ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ടാൻ 3 × 15, ടാൻ 3 × 15, which is ടാൻ 45. ടാൻ 45 എന്ന് പറയുമ്പോൾ ആൻസർ ബിക്കം 1. ടാൻ 3x ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു, ആൻസർ ബിക്കം 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഓരോന്നും വാല്യൂ കണ്ടുപിടിക്കാം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അലൈഡ് ആംഗിൾസ് ഫോർമുല അപ്ലൈ ചെയ്തൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഇപ്പോൾ സൈൻ 120 എടുക്കുന്നു. സൈൻ 120 എന്ന് പറഞ്ഞാൽ സൈൻ എന്തെഴുതാം? 180 - 60 എന്ന് എഴുതാം. 120യെ കൺവേർട്ട് ചെയ്യുന്നു. 180 - 60. 180 - 60 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സോ സൈൻ 60 എന്ന് എഴുതാം. അതുപോലെ തന്നെ സൈൻ 100 എടുത്താൽ എന്തെഴുതാം? സൈൻ 180 - 80 എന്ന് എഴുതാം, അല്ലേ? 180 - 80 ഈസ് 100. ഞാൻ ആദ്യം 100നെ കൺവേർട്ട് ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെ 180 മൈനസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും, സെയിം ഫംഗ്ഷൻ തന്നെ വരും, ഇസ് ബിക്കം സൈൻ 80. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ 60 വരും. ഈ ടേമും ക്യാൻസലായി പോവും. ഇവിടെ സൈൻ 80 വരും. ഈ ടേമും ക്യാൻസലായി പോവും. എല്ലാ ടേമുകളും ക്യാൻസലായി പോയിട്ട് ആൻസർ ബിക്കം 5, 0 എന്ന് വരും. ഫിഫ്ത്ത് ഓപ്ഷൻ 0 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y/x കണ്ടുപിടിക്കണം. y/x എന്ന് പറയുമ്പോൾ y എന്ന് പറയുന്നത് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ബൈ സീക് സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് y. x ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടോ. x എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ ബൈ 1 പ്ലസ് കോസ് 2 തീറ്റ. ശ്രദ്ധിക്കൂ, y/x എന്നാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്റർ ടാൻ സ്ക്വയർ മൈനസ് a+b ഇൻറ്റു a-b, ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ. ടാൻ സ്ക്വയർ മൈനസ് സീക് സ്ക്വയർ വരും. ടാൻ സ്ക്വയർ മൈനസ് സീക് സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 1 ആണ്. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക് സ്ക്വയർ തീറ്റ ആയതുകൊണ്ട് ഇത് -1 വരും. താഴെ സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു, ഞാനിത് ന്യൂമറേറ്ററിലെ കാര്യമായിട്ടോ പറഞ്ഞത്. ന്യൂമറേറ്റർ a+b ഇൻറ്റു a-b അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ മൈനസ് സീക് സ്ക്വയർ വരും, അത് -1 വരും. ഡിനോമിനേറ്റർ സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റയ്ക്ക് ഫോർമുലയുണ്ട്. 1 പ്ലസ് കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ് 2 കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ എന്ത് സംഭവിക്കും? സീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/cos സ്ക്വയർ എഴുതാം. കോസ് സ്ക്വയർ കട്ട്. അപ്പോൾ ആൻസർ ബിക്കം -1/2. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. -1/2 ഫോർത്ത് ഓപ്ഷൻ കിട്ടും. y/x. എല്ലാം ബേസിക് ഫോർമുലാസ് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ,
സീക്ക് സ്ക്വയർ തന്നിട്ടുണ്ട്, കൊസീക്ക് സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വേറൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്ത് ചെയ്യുക, സീക്ക് സ്ക്വയറിനെ 1/cos സ്ക്വയർ ആക്കി, കൊസീക്ക് സ്ക്വയറിനെ 1/sin സ്ക്വയർ ആക്കി, മൈനസ് 1/cos സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ, cos സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, 1/cos സ്ക്വയർ ഇൻറ്റു 1/sin സ്ക്വയർ ഞാൻ ഒന്നിച്ചാക്കിയെന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ഈ ടൈം മാത്രം ഒന്ന് LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ കിട്ടും, അത് 1 കിട്ടും, ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് കിട്ടില്ലേ. മൈനസ് സെയിം ടൈം തന്നെ വരും, ക്യാൻസൽഡ്, ആൻസർ ബിക്കം 0. മറ്റൊന്നും ചെയ്തില്ല. സീക്ക് സ്ക്വയറിനെ 1/cos സ്ക്വയർ, കൊസീക്ക് സ്ക്വയറിനെ 1/sin സ്ക്വയർ, ടേക്ക് ഇറ്റ്സ് LCM. ഓക്കെ, ആൻസർ ബിക്കം 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ 15 ഇൻറ്റു സൈൻ 45 ഇൻറ്റു സൈൻ 75. നിങ്ങൾക്ക് സൈൻ 45ൻ്റെ മാത്രം വാല്യൂ അറിയാം, അത് ആ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം, കുഴപ്പമില്ല. ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ NCERT-യിലില്ല, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഫോർമുലയാണ്. ഫോർമുല ഇതാണ്, സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഈക്വൽ ടു 1/4 സൈൻ 3 തീറ്റ എന്ന് വരും. ഏത് എൻട്രൻസുമായി ബന്ധപ്പെട്ട ബുക്കുകളിൽ നോക്കിയാൽ കാണും, സ്റ്റുഡൻസ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സൈൻ തീറ്റ, സൈൻ 60 മൈനസ് തീറ്റ, സൈൻ 60 പ്ലസ് തീറ്റ ഈക്വൽ ടു 1/4 സൈൻ 3 തീറ്റ. ഇതേ ഫോർമുല തന്നെ കോസിനുണ്ട്, ഒരു വ്യത്യാസമില്ല, സൈൻ മാറി കോസ് വരും എന്നുള്ളൂ. ഇതേ ഫോർമുല തന്നെ ടാനിനുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്, റൈറ്റ് സൈഡിൽ 1/4 ഉണ്ടാവില്ല. സെയിം ഫോർമുല തന്നെ കോസിനുണ്ട്, ഒരു വ്യത്യാസമില്ല. സെയിം ഫോർമുല തന്നെ ടാനിലുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്, റൈറ്റ് സൈഡ് ടാൻ 3 തീറ്റ എന്നേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സൈൻ ബൈ കോസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാലും മതി, നോ പ്രോബ്ലം. അപ്പോൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾ നോക്കൂ, ഇത് തീറ്റ, ഇത് 60 മൈനസ് തീറ്റ, ഇത് 60 പ്ലസ് തീറ്റ, ശരിയല്ലേ? അല്ലേ? 60 മൈനസ് 15, 60 പ്ലസ് 15. സോ ആൻസർ ബിക്കം 1/4 ഇൻറ്റു സൈൻ 3 into 15. Sin 3 into 15 is sin 45. 1/4 sin 45. Sin 45 1/√2. 1/4 into 1/√2. സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ സൈൻ 45ന് വാല്യൂ കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈൻ 15 ഇൻറ്റു സൈൻ 75നെ നമ്മൾ എന്ത് ചെയ്യും, കോസ് 15ലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ ഷോർട്ട് കട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. സൈൻ തീറ്റ 1/5 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യാം. സൈൻ തീറ്റ 1/5 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ദിസ് ബിക്കം √24. എന്താ കണ്ടുപിടിക്കേണ്ടത്? സീക്ക് തീറ്റ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സീക്ക് നെഗറ്റീവാണ്. എന്താണ് സീക്ക്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ സീക്ക് എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്, ദറ്റ് ഈസ് 5/√24. ഈ 24നെ നിങ്ങൾക്ക് 4 into 6 എന്ന് എഴുതാം. അപ്പം എന്ത് കിട്ടും? മൈനസ് 5/2√6 കിട്ടും. മൈനസ് 5/2√6 അല്ലേ? 4 into 6 എന്നുള്ളത് √4 2 വരും. 2√6 എന്ന ആൻസർ കിട്ടും. ലാസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയാൽ മതി. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. NCERT-ൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്ന റിസൾട്ടാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 സ്ക്വയറിൽ ഒരു 2 എടുത്തു, ഒരു 2 ഇവിടെ മാറി കിടന്നോട്ടെ. പിന്നെ സൈൻ x/2 സ്ക്വയർ ഇൻറ്റു കോസ് x/2 സ്ക്വയർ ഇൻറ്റു കോസ് x/2. ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നടത്തി. എന്താ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയാം കേട്ടോ. ഈ 2 സ്ക്വയറിൽ ഒരു 2 എടുത്തു, സൈനിൻ്റെയും കോസിൻ്റെയും സ്ക്വയർ വരുന്ന ടൈമും എടുത്തു. അതിനകത്ത് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ വന്നു. തീറ്റ എന്ന് പറയുന്നത് x/2 സ്ക്വയർ ആണ്. അപ്പോൾ ഈ 2 ഇവിടെ വരും. ഇവിടെ സൈൻ 2 തീറ്റ വരും. ഇത് ഇൻറ്റു 2 ചെയ്യും. നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ
തീറ്റ എന്ന് പറയുന്നത് x/2² ആണ്. ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 കട്ടായി പോയിട്ട് സൈൻ x/2 വരും, ഇൻറ്റു കോസ് x/2 വരും. അപ്പോൾ വീണ്ടും സെയിം ഫോർമുല 2 sin x/2 cos x/2 ഈസ് സൈൻ 2 തീറ്റ വരും, സൈൻ 2 ഇൻറ്റു x/2, സൈൻ 2 തീറ്റ സൈൻ 2 ഇൻറ്റു x/2, 2 ക്യാൻസൽഡ്, ആൻസർ ബിക്കം സൈൻ എക്സ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ആൻസർ ബിക്കം സൈൻ എക്സ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ആ ഫോർമുല മാത്രം അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cos 15 മൈനസ് cos 75 മൈനസ് cos 15 ബൈ cos 75 പ്ലസ് cos 15. രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന് cos c പ്ലസ് cos d, cos c മൈനസ് cos d, ആ കൺസെപ്റ്റിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അതല്ലെങ്കിൽ cos x പ്ലസ് cos y, cos x മൈനസ് cos y. അതല്ലെങ്കിൽ ഇതിനെ ടാനിലേക്ക് മാറ്റിയിട്ട് ചിന്തിക്കാം. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ചിന്തിച്ചോളൂ. cos x മൈനസ് cos y ആണെങ്കിൽ -2, നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പം. സൈൻ എക്സ് പ്ലസ് 5/2, 75 പ്ലസ് 15 90 വരും, 90/2 45 വരും, ഇൻറ്റു സൈൻ 75 മൈനസ് 15 60 വരും, 60/2 30 വരും, ബൈ 2. 75 പ്ലസ് 15 കോസ് ആട്ടോ വരുന്നത്, കോസ് 45 ഇൻറ്റു കോസ് 30. നോക്കൂ, ഇതെന്തായാലും കട്ടായിപ്പോയി, കാരണം രണ്ട് സെയിം അല്ലേ. സൈൻ 45 കോസ് 45 രണ്ടും 1/√2 ആണ്. 2 കട്ടായിപ്പോയി. അപ്പോൾ മൈനസ് ടാൻ 30 എന്ന് വരും. മൈനസ് ടാൻ 30, ടാൻ 30 1/√3 ആണ്. സോ ആൻസർ മൈനസ് 1/√3 എന്ന് വരും. ടാൻ 30 1/√3 -1. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അല്ലാത്ത ഐഡിയ ഞാൻ പറഞ്ഞത്, ഇതിനെ കോസ് 15 നിങ്ങൾക്ക് അടുത്ത ഐഡിയ കൂടെ ഞാൻ പറഞ്ഞേക്കാം. cos 75 മൈനസ് ഇതിനെ നമുക്ക് സൈൻ 75 എന്ന് എഴുതാം, 90 മൈനസ് എടുത്തിട്ട്. അതുപോലെ തന്നെ ഇത് cos 75 പ്ലസ് സൈൻ 75 എന്ന് എഴുതാം. എന്നിട്ടോ cos 75 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 മൈനസ് ടാൻ 75 ബൈ 1 പ്ലസ് ടാൻ 75 വരും. ടാൻ π/4 മൈനസ് തീറ്റ എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊരു എളുപ്പം ഇത് തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ന്യൂമറേറ്റർ 2 സൈൻ ആൽഫ ഇൻറ്റു 1 പ്ലസ് സൈൻ ആൽഫ, അത് നിലവിലൊന്നും ചെയ്യാനില്ല. ഡിനോമിനേറ്റർ ഇതിനെ എ ആയിട്ട് എടുക്കുന്നു, ഇത് ബി ആയിട്ട് എടുക്കുന്നു, ഇത് എ ആയിട്ട് എടുക്കുന്നു, ഇത് ബി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ ബിക്കം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ഒരു ചേഞ്ചും വരുത്തുന്നില്ല, 1 പ്ലസ് സൈൻ ആൽഫ ദി ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. നോക്കൂ, ന്യൂമറേറ്ററിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. ചേഞ്ച് ഒൺലി ഫോർ ഡിനോമിനേറ്റർ. ഏതാണ് ഐഡൻറ്റിറ്റി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതൊന്നോടെ എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും? 1 പ്ലസ് 2 സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ആൽഫ. വീണ്ടും ഞാൻ പറയുന്നു, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടെ നടത്തുന്നു. ഞാനിത് ഡിനോമിനേറ്ററിൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. ഈ രണ്ട് ടൈം എടുത്തെടുക്കുന്നു. ഏത്? 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് 2 സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. മനസ്സിലായോ? ഈ രണ്ട് ടൈമുകൾ എടുത്തെടുത്തു. കാരണം സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ആയിരിക്കും. ഇനി ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ന്യൂമറേറ്ററിൽ 2 സൈൻ ആൽഫ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 സൈൻ ആൽഫ പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ, 2 സൈൻ ആൽഫ പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 2 സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് 2 സൈൻ ആൽഫ. ബോത്ത് ആർ ക്യാൻസൽ, ആൻസർ ബിക്കം 1. ഡിനോമിനേറ്ററിൽ ഒരു ഐഡൻറ്റിറ്റി, ഏത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഒരു ഐഡൻറ്റിറ്റി കൂടെ യൂസ് ചെയ്തു, സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. അത് രണ്ടും അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്തി. സോ ആൻസർ തേർഡ് ഓപ്ഷൻ കിട്ടും 1. തേർഡ് ഓപ്ഷൻ ആൻസർ കിട്ടും 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് ആട്ടോ. ഇത് തീറ്റ, ഇത് 60 മൈനസ് തീറ്റ, ഇത് 60 പ്ലസ് തീറ്റ. എന്തായിരുന്നു എൻ്റെ റിസൾട്ട്? കോസ് തീറ്റ ഇൻറ്റു കോസ് 60 മൈനസ് തീറ്റ ഇൻറ്റു കോസ് 60 പ്ലസ് തീറ്റ ഈക്വൽ ടു 1/4 കോസ് 3 തീറ്റ. അപ്പോൾ 1/4 കോസ്
3 ഇൻറ്റു 15. 3 ഇൻറ്റു 15 എന്ന് വെച്ചാൽ സൈൻ്റെ ഫോമുല ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു കോസിന് ഇതേ ഫോമുല ഉണ്ടെന്ന്. ആ ഫോമുല അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നു. 1/4 cos 3 theta. ദാറ്റ് ഈസ് 1/4 cos 45. തേർഡ് ഓപ്ഷൻ 1/4 ഇൻറ്റു 1/√2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ സീക്വൽ ടു 2π തന്നിട്ടുണ്ട്. ടാൻ ആൽഫ ബൈ 2 പ്ലസ് ടാൻ ബീറ്റ ബൈ 2 പ്ലസ് ടാൻ ഗാമ ബൈ 2 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ബൈ 2 പ്ലസ് ഗാമ ബൈ 2 സീക്വൽ ടു പൈ കിട്ടും. കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോൾ ഗാമ ബൈ 2 റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ബൈ 2 സീക്വൽ ടു പൈ മൈനസ് ഗാമ ബൈ 2. രണ്ട് സൈഡിലും ടാൻ എടുക്കുന്നു. ടാൻ ഓഫ്, കാരണം ക്വസ്റ്റ്യനിലും ടാനാണ് കിടക്കുന്നത്. ടാൻ ഓഫ്. ലെഫ്റ്റ് സൈഡ് ടാൻ എക്സ് പ്ലസ് വൈ. ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ടാൻ എക്സ് പ്ലസ് വൈ സീക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ by 1 minus tan x into tan y, which is equal to tan pi minus gamma by 2 is minus tan gamma by 2. Tan 180 minus theta is minus tan theta. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്താൽ മതി. tan alpha by 2 plus tan beta by 2 equal to ഇത് റൈറ്റിലേക്ക് പോട്ടെ. അപ്പോൾ മൈനസ് ടാൻ ഗാമ ബൈ 2. എങ്ങനെയാണ് വന്നത്? മൈനസ് ടാൻ ഇൻറ്റു 1, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ ബീറ്റ ബൈ 2 ഇൻറ്റു ടാൻ ഗാമ ബൈ 2. നോക്കൂ, നിങ്ങൾക്ക് ആവശ്യം ഈ മൈനസ് ടാൻ ആൽഫ ബൈ 2 ലെഫ്റ്റിലേക്ക് വന്നാൽ അത് പ്ലസ് ആയി. ഇപ്പോൾ എല്ലാ ക്വസ്റ്റിനുമായി ടാൻ ആൽഫ ബൈ 2 പ്ലസ് ടാൻ ബീറ്റ ബൈ 2 പ്ലസ് ടാൻ ഗാമ ബൈ 2 സീക്വൽ ടു ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ ബീറ്റ ബൈ 2 ഇൻറ്റു ടാൻ ഗാമ ബൈ 2. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ ബീറ്റ ബൈ 2 ഇൻറ്റു ടാൻ ഗാമ ബൈ 2 എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇനി ഫോമുല അറിയാൻ പാടില്ലാത്തവൻ ഒരു കാര്യം ചെയ്തോളൂ. ഒരു നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇത് 2π കിട്ടിയാൽ പോരെ. അപ്പോൾ ഇതിനെല്ലാം 120 120 120 എന്ന് കൊടുത്താൽ പോരെ. 120 120 120 ആഡ് ചെയ്താൽ 360 കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 120 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കില്ലേ? സമ്മതിച്ചോ? നിങ്ങൾക്ക് ഫോമുലയൊന്നും കയ്യിലില്ലെങ്കിൽ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 120 പ്ലസ് 120 പ്ലസ് 120 360 കിട്ടും. 2π എന്ന് പറഞ്ഞാൽ 360. ആൽഫ 120 ആണെങ്കിൽ ആൽഫ ബൈ 2 60 60 60. ഇനി ടാൻ 60 √3 √3 പ്ലസ് √3 പ്ലസ് √3 3√3 കിട്ടും. ഇതേ പരിപാടി തന്നെ ഓപ്ഷൻ ചെയ്ത് നോക്കുക. 60 60 കൊടുത്തു ഇതിനകത്ത് കൊടുത്താൽ മതി. ഇത് 60 60 60. അപ്പോൾ √3 ഇൻറ്റു √3 ഇൻറ്റു √3. അപ്പോൾ 3√3 കിട്ടും. ഈ ഓപ്ഷൻ മാത്രമേ ശരിയാവുള്ളൂ. രണ്ട് ഓപ്ഷൻ സെയിം ആയിട്ട് കിടപ്പുണ്ട് അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ അതിനകത്ത് സെയിം ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ മിസ്റ്റേക്ക് ആയിരിക്കും. അതിനകത്ത് വേണമെങ്കിൽ ഒരു ടൈം കൂടെ അഡീഷണൽ ആഡ് ചെയ്താൽ മതി. വ്യത്യാസമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ശരി. ആക്ച്വൽ എക്സാമിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ബുക്കിൽ നിന്ന് എടുത്തപ്പോൾ അതിനകത്ത് വന്ന് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാത്തിലും ഒരു 2 or 3 or 4 അവർ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇതൊക്കെ ഡയറക്റ്റ് കണ്ടുപിടിക്കാന്നേ. ടാൻ 315 എന്ത് വരും? ഈക്വൽ ടു ടാൻ 4 × 90 അല്ലെങ്കിൽ 360 മൈനസ് 45. നിങ്ങൾ എങ്ങനെയാണ് എഴുതണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോട്ടോ. ഞാൻ 360 മൈനസ് 45 എന്ന് മാറ്റി. ചിലർ 4 × 90 മൈനസ് എന്ന് എഴുതും. എങ്ങനെയായാലും കുഴപ്പമില്ല, മൈനസ് ടാൻ 45 വരും. കാരണം 360 മൈനസ് എന്ന് പറയുമ്പോൾ ഇതാണ് 360 മൈനസ് താഴേക്ക് വരും. 4th ക്വാഡ്രന്റിലാണ്, അവിടെ ടാൻ നെഗറ്റീവാണ്. അപ്പോൾ അത് -1 കിട്ടും. അതുപോലെ തന്നെ കോട്ട് മൈനസ് 405 എന്ന് പറഞ്ഞാൽ മൈനസ് ഔട്ട് സൈഡ് വരും. മൈനസ് കോട്ട് 405 എന്ന് എഴുതാൻ പറ്റും. കാരണം കോട്ട് ഓഫ് മൈനസ് തീറ്റ മൈനസ് കോട്ട് തീറ്റയാണ്. സീക്കിനും കോസിനും മൈനസ് ഔട്ട് സൈഡ് വരില്ല, ബാക്കി എല്ലാത്തിനും ഔട്ട് സൈഡ് വരും. വിച്ച് ഈസ് മൈനസ് കോട്ട് ഓഫ് 405 വരെ എന്ത് എഴുതാൻ പറ്റും? 360 പ്ലസ് 45 എന്ന് എഴുതാം അല്ലേ?
360 പ്ലസ് 45 എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് കറങ്ങിയിട്ട് എവിടെ വരും? 360 പ്ലസ് 45 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കയറും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോട്ട് പോസിറ്റീവാണ്. സോ മൈനസ് കോട്ട് 45 വിച്ച് ഈസ് -1. അപ്പോൾ ടാൻ 315 -1, കോട്ട് -405 -1, -1 into -1 ആൻസർ ബിക്കം 1. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ആൻസർ ബിക്കം 1. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് സൈൻ π/7 പ്ലസ് സൈൻ 2π/7. ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇതിനെ സൈൻ π/7 പ്ലസ് സൈൻ 2θയുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സൈൻ 2θയുടെ ഫോർമുല 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് ടേം എടുത്തെടുത്തിട്ട് 1 പ്ലസ് കോസ് 2θ എന്താ ഫോർമുല? 2 കോസ് സ്ക്വയർ തീറ്റ. 1 പ്ലസ് കോസ് 2θ 2 കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ആ രണ്ട് ടൈം എടുത്തെടുത്താൽ 2 കോസ് സ്ക്വയർ π/7 പ്ലസ് കോസ് π/7. അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇനി ന്യൂമറേറ്ററിൽ നിന്ന് സൈൻ π/7 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ 1 പ്ലസ് 2 കോസ് π/7 ബാക്കി വരും. ഡിനോമിനേറ്ററിൽ നിന്നോ കോസ് π/7 ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ഇവിടെ 2 കോസ് π/7 ഇവിടെ 1 ബാക്കി വരും. ദീസ് 2 ആർ ക്യാൻസൽഡ്. സൈൻ ബൈ കോസ് ടാൻ മാറിപ്പോകരുത് കേട്ടോ. ഇതിനകത്ത് കോട്ട് π/7 ഉണ്ട്. ശ്രദ്ധിക്കണേ, ചിലപ്പോൾ കോസ് ബൈ സൈൻ ആയിരിക്കും. സ്പീഡിൽ അങ്ങ് ചെയ്യുമ്പോൾ അത് മാറിപ്പോവും, നെഗറ്റീവ് അടിക്കും. സൂക്ഷിക്കുക. ടാൻ π/7 ലാസ്റ്റ് ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് ടാൻ x-y തന്നിട്ടുണ്ട്, ടാൻ x+y തന്നിട്ടുണ്ട്. ടാൻ 2x കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ടാൻ 2xനെ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്തേ. ടാൻ 2x ഇത് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതും? ടാൻ x+y പ്ലസ് x-y എന്ന് എഴുതി. y കട്ട് x പ്ലസ് x 2x കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ x+y പ്ലസ് ടാൻ x-y ബൈ 1 പ്ലസ് ടാൻ x+y ഇൻറ്റു ടാൻ x-y. ടാൻ x+y എത്രയാണ്? 4/5 പ്ലസ് ടാൻ x-y എത്രയാണ്? നേരെ മാറിപ്പോയിട്ടോ അല്ലേ? x+y 6/5 ആണ്, പ്ലസ് 4/5 ആണ്. 1 മൈനസ് 6/5 ഇൻറ്റു 4/5 വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ 5 LCM ആയിട്ട് എടുത്താൽ 10/5 വരും. 6 + 4 10. 10/5 ദാറ്റ് ഈസ് 2. ഡിനോമിനേറ്റർ 5 × 5 25 വരും. അപ്പോൾ 25 മൈനസ് 24/25 വരും. ഈ 25 നേരെ ന്യൂമറേറ്ററിലേക്ക് പോയാൽ 2 × 25/24. 25 മൈനസ് 24 ദാറ്റ് ബിക്കം 1. സോ ആൻസർ 50 എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലയിലേക്ക് മാറ്റുന്നു. നിങ്ങൾ പറയും ടാൻ 2x-ന് 2 ടാൻ x/1 മൈനസ് ടാൻ സ്ക്വയർ x എന്നുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ടാൻ x അറിയില്ലല്ലോ. നമുക്കറിയാവുന്ന ഫോർമുലയിലേക്കേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ടാൻ 2x-ന് ടാൻ x+y പ്ലസ് x-y എന്നുള്ള ഫോർമുലയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഇൻഫർമേഷൻ അവർ തന്നിട്ടുണ്ട്, അതിലേക്ക് മാറ്റുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എൻ്റെ ആൻസർ 4th. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ π/12 π/6 ഇതിൻ്റെ ഒന്നും വാല്യൂ നമുക്ക് ബൈഹാർട്ട് അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് ബൈഹാർട്ട് അറിയാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് എഴുതാം. ടാൻ π/12 പ്ലസ് π/6 എന്ന് പറഞ്ഞാൽ ടാൻ π/12 പ്ലസ് ടാൻ π/6 ബൈ 1 മൈനസ് ടാൻ π/12 ഇൻറ്റു ടാൻ π/6. ടാൻ x പ്ലസ് ടാൻ y ബൈ 1 മൈനസ് ടാൻ x ഇൻറ്റു ടാൻ y. ഇനി
ഒരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് നിങ്ങളൊന്ന് നോക്കിയേ. 12 LCM ആയിട്ട് എടുത്താൽ ടാൻ 12 LCM ആയിട്ട് എടുത്താൽ പൈ പ്ലസ് 2π വരും. 12 ഇതായിട്ടാണ് പറഞ്ഞത്. 12 LCM ആയിട്ട് എടുത്താൽ പൈ പ്ലസ് 2π, ദാറ്റ് ഈസ് 3π/12. 3π/12 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? π/4 കിട്ടും. ടാൻ π/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 വരും. 1 വരും. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി, ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയില്ലേ? ടാൻ π/12 പ്ലസ് ടാൻ π/6 ഈക്വൽ ടു 1 മൈനസ് ടാൻ π/12 ഇൻറ്റു ടാൻ π/6. ഈ ടൈം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. ടാൻ π/12 പ്ലസ് ടാൻ π/6 പ്ലസ് ടാൻ π/12 ഇൻറ്റു π/6 ഈക്വൽ ടു 1. സോ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. തന്നിരിക്കുന്ന ഇൻഫർമേഷനുമായി കണക്ട് ചെയ്ത് ഫോർമുല എഴുതുന്നു. എല്ലാം NCERT ഫോർമുല തന്നെയാണ്. ഫോർമുല തന്നെയാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ലിങ്ക് ചെയ്യിക്കുന്നു, അത്രേ ഉള്ളൂ. അടുത്തത് പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും. കാരണം NCERT പഠിച്ചിട്ടില്ല. 1-2 കൺസെപ്റ്റുകൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഒന്ന്, സൈൻ, കോസ്, സീക്ക്, കൊസീക്ക് ഇതിൻ്റെ എല്ലാം പീരീഡ് 2π ആണ്. പീരീഡ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ 2π ലെങ്ത് കഴിയുമ്പോഴും ഗ്രാഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും. അതേസമയം ടാൻ, കോട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പീരീഡ് π ആണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ പീരീഡ് ഇപ്പോൾ ടി ആന്നിരിക്കട്ടെ എങ്കിൽ a ഇൻറ്റു അല്ലെങ്കിൽ k ഇൻറ്റു f(ax + b) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പീരീഡ് t/mod a ആയിരിക്കും. മനസ്സിലായല്ലോ? ഫംഗ്ഷൻ്റെ പീരീഡ് നിങ്ങൾക്കറിയാമെങ്കിൽ അതിനൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിവൈഡ് ബൈ എന്ന് എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ സൈൻ എക്സിൻ്റെ പീരീഡ് 2π എന്ന് അറിയാൻ പാടില്ലേ? നിങ്ങളിപ്പോൾ സൈൻ 3x - 9 ഇൻറ്റു 5 ഇതിൻ്റെ പീരീഡ് ചോദിച്ചാൽ മറ്റൊന്നുമില്ല, 2π/3 എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ സൈൻ്റെ പീരീഡ് 2π ആണ്. അപ്പോൾ ഇത് ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുമ്പോൾ 2π/4 വരും. സൈനിൻ്റെ പീരീഡ് 2π ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതണം. പിന്നെ കോസിൻ്റെ പീരീഡും 2π ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതണം 2π/2. ഇതൊരിക്കലും ആഡ് ചെയ്യുകയല്ല കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് π/2, π ആണ്. ഇതിൻ്റെ LCM എടുക്കണം. അതാണ് ടെക്നിക്ക്. ഇതിൻ്റെ LCM എടുക്കണം. ഇതിൻ്റെ LCM എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ π/1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതൊരു ഇറാഷണൽ നമ്പറാണ്. π/2, π. ഇങ്ങനെ ഫ്രാക്ഷൻ്റെ LCM എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM എന്ന് പറയുമ്പോൾ π അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ π തന്നെയാണ്. ഡിനോമിനേറ്റർ എടുത്താൽ 2/1 അതിൻ്റെ HCF എന്ന് പറയുമ്പോൾ 1 ആണ്. അങ്ങനെ π/1 ആൻസർ π എന്ന് കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ട് കളയാം, പക്ഷേ ബേസിക് കൺസെപ്റ്റുകളൊന്ന് പഠിച്ചാൽ നല്ലതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇത്രയേ ഉള്ളൂ. f(t+x) = f(x) കിട്ടണം. വേർ t is the least positive real number. Then t is called period. അപ്പോൾ ഓരോ ഓപ്ഷനിൽ ചെക്ക് ചെയ്യണം. അതൊക്കെ ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനേക്കാൾ ചെറിയ പീരീഡ് അത് വരുന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ടി വരും കേട്ടോ. നേരത്തെ ആ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജെ ലെവൽ കുട്ടികൾ പഠിക്കുന്നതാണ്. പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്, അത് പഠിക്കുക, അല്ലെങ്കിൽ അത് വിട്ട് കളയുക. ബേസിക് ഇത്രയൊന്നും ഓർത്തിരുന്നാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ പോലും ഇതിനേക്കാൾ ലീസ്റ്റ് പീരീഡ്, അതായത് ടി എന്ന് ഉദ്ദേശിച്ച് ഇപ്പം
സൈൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് 2π ആണ്. 4π കഴിയുമ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 6π കഴിയുമ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലീസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ചെറിയ റിയൽ നമ്പർ പോസിറ്റീവ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് f(t+x) f(x) കിട്ടുന്നുണ്ടെങ്കിൽ അത് പീരീഡായിട്ട് എടുക്കേണ്ട ഒരു ഓപ്ഷനിൽ നിന്ന് അങ്ങനെ ചെക്ക് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഫോർമുല 1 - cos 2x എന്തെഴുതാം? 2 sin square x. 1 + cos 2x എന്തെഴുതാം? 2 cos square x minus sec square x. അല്ലേ? ഡയറക്റ്റ് ഫോർമുല. 2 ക്യാൻസൽ. സൈൻ ബൈ കോസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ സ്ക്വയർ എക്സ് മൈനസ് സീക്ക് സ്ക്വയർ എക്സ്, ദാറ്റ് ഈസ് -1. സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ആണെങ്കിൽ 1 ആയേനെ. ടാൻ സ്ക്വയർ മൈനസ് സീക്ക് സ്ക്വയർ ആണ്, സോ ഇറ്റ് ഈസ് -1. ഡയറക്റ്റ് ഫോർമുല, ഫിഫ്ത്ത് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോസ് എക്സ് 4/5 ആണ്. കോസ് x/2 ഇത് NCERT-യിൽ നിങ്ങൾ ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യനാണ്. NCERT മിസ്സലേനിയസ് എക്സസൈസിലുണ്ട്. ഏതാ അപ്ലൈ ചെയ്യുന്ന ഫോർമുല? 1 + cos x = 2 cos square x/2. 1 + cos x = 2 cos square x/2. അപ്പോൾ 1 + 4/5 = 2 cos square x/2 എന്നും, ഇത് LCM കണ്ടാൽ 9/10 = cos square x/2 എന്നും കിട്ടും. അതെങ്ങനെയാണ് വന്നത്? 5 + 4 9, 9/5 വരും. ഈ 2 താഴേക്ക് വന്നു, അങ്ങനെയാണ് 10 കിട്ടിയത്. സോ കോസ് x/2 എടുക്കുമ്പോൾ ±3/√10 വരും. ഒരു സംശയം വേണ്ട, രണ്ട് ഓപ്ഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെടുക്കാം? പോസിറ്റീവ് എടുക്കാം. കാരണം എക്സ് ഏത് ക്വാഡ്രന്റിലാണ്? എക്സ് വരുന്നത് 0ക്കും π/2 ഇടയിലാണ്. കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അപ്പോൾ x/2 വരുന്നതും ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ്. സോ കോസ് x/2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇൻ്റർവെല്ല് മാറ്റിയാണ് തന്നെങ്കിൽ ഇവിടെ പ്രശ്നമായാണ്. പ്ലസ് എന്നുള്ളത് മൈനസിലേക്ക് പോകേണ്ട വരും ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എക്സ് എവിടെയാണെന്ന് നോക്കുക, x/2 കണ്ടുപിടിക്കുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. നെക്സ്റ്റ്, the value of sin 5π/12 into sin π/12. sin π, ഈ π/12 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? π/12 എന്ന് പറഞ്ഞാൽ 15 ആട്ടോ. കാരണം π/6 30 /2 ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് sin 75 ഡിഗ്രി ഇൻറ്റു sin 15 ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക് മാറ്റിയെന്നുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്താൽ sin 75നെ cos 15 എന്ന് എഴുതാം. എങ്ങനെയാണ് മാറ്റുക? ഇത് 90 - 15 എന്ന് മാറ്റും. 75ന്. അപ്പോൾ sin 90 - θ cos θ. അപ്പോൾ ഇത് ശരിക്കും കിട്ടുന്നത് cos 15 ഇൻറ്റു sin 15. ഒരു ഇൻറ്റു 2 ചെയ്തു, ഒരു /2 ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ എത്രയായി? sin 30. ഏതാ റിസൾട്ട്? 2 sin θ cos θ is sin 2θ. sin 30 എത്രയാ? 1/2. /2 വെച്ചാൽ എത്ര കിട്ടും? 1/4. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. 1/2/2 1/4. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 1 മൈനസ് ഇതിനകത്ത് മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ sin raised to 6θ പ്ലസ് cos raised to 6θ ബൈ cos square 2θ എന്ന് വരും. സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന റിസൾട്ടാണ്. sin raised to 6θ പ്ലസ് cos raised to 6θ ഈക്വൽ ടു 1 - 3 sin square θ ഇൻറ്റു cos square θ. മറ്റൊന്നുമില്ല, അവരിതിനെ sin സ്ക്വയർ ഹോൾ ക്യൂബ് പ്ലസ് cos സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്ന് എഴുതും. എന്നിട്ട് a ക്യൂബ് പ്ലസ് b ക്യൂബ്, a പ്ലസ് ബി ഹോൾ ക്യൂബ് മൈനസ് 3ab എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ അവർ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളൂ. sin raised to 4θ പ്ലസ് cos raised to 4θ ഈക്വൽ ടു 1 - 2 sin സ്ക്വയർ θ ഇൻറ്റു cos സ്ക്വയർ θ. 2 ഉം 3യുടെയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. 1 മൈനസ് ഇതെന്ത് ചെയ്യും? 1 - 3 sin സ്ക്വയർ θ ഇൻറ്റു cos സ്ക്വയർ θ ബൈ cos സ്ക്വയർ 2θ.
ദെൻ ഇനി എന്ത് ചെയ്യും നോക്കൂ, ഈ 1 കട്ടായിപ്പോയി. അപ്പോൾ 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയെ ഞാൻ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ, ബൈ കോസ് സ്ക്വയർ 2 തീറ്റ. സംശയമില്ലല്ലോ. സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഞാനൊരു ബൈ 2 ചെയ്തു, ഒരു ഇൻറ്റു 2 ചെയ്തു. ഇപ്പം എന്ത് കിട്ടും? 3/4 വരും. ഏതാണ് ഈ 2ൻ്റെ സ്ക്വയർ ഔട്ട് ഓഫ് 4 വരുന്നത്? അപ്പോൾ 3 സ്ക്വയർ ഉണ്ട്, 3/4 വരും. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ വരും, അതിൻ്റെ സ്ക്വയർ വരും, സൈൻ സ്ക്വയർ 2 തീറ്റ വരും, ബൈ കോസ് സ്ക്വയർ 2 തീറ്റ. റിപ്പീറ്റ് ചെയ്യാം. 2 സ്ക്വയർ 4 വരും, 3/4 അങ്ങനെ എഴുതി. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ വരും, അതിൻ്റെ സ്ക്വയർ വരും. ദെൻ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ടാൻ സ്ക്വയർ വരും. 3/4 ടാൻ സ്ക്വയർ 2 തീറ്റ, ഫോർത്ത് ഓപ്ഷൻ. 3/4 ടാൻ സ്ക്വയർ 2 തീറ്റ, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ. Then next question, cos A by cos B ആൽഫയാണ്. ആൽഫ പ്ലസ് 1 ബൈ ആൽഫ മൈനസ് 1. അപ്പോൾ cos A cos A by cos B plus 1 by cos A minus cos B minus 1 which is equal to cos B LCM കണ്ടാൽ കട്ടായി പോയിട്ട് cos A plus cos B by cos A minus cos B എന്ന് വരും. cos B കട്ടായി പോകുന്നു. which is equal to cos A plus cos B എന്ന് പറയുന്നത് 2 cos A plus B by 2 into cos A minus B by 2 cos x plus y. cos x plus cos y യുടെ ഫോർമുല, ഡിനോമിനേറ്റർ is cos x minus cos x minus 2 sin x plus y by 2 into sin x minus y by 2. സോറി, x അല്ല, a minus b by 2. 2 കട്ട്. then വേറെ ഒന്നും കട്ടാവില്ലല്ലോ മക്കളെ. മൈനസ് അവിടെ വരും. cos by sin cot a plus b by 2 into cot a minus b by 2. അപ്പോൾ മൈനസ് കോട്ട് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോട്ട് എ മൈനസ് ബി ബൈ 2, ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻ 26 ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുണ്ടായിരുന്നു. ജയിക്കൊക്കെയാണ് ട്രിഗണോമെട്രി എന്ന് ക്വസ്റ്റ്യൻ കുറവാണ്, പക്ഷേ ഫോർമുലാസ് ഒക്കെ പഠിക്കണം. കീമിന് അങ്ങനെയല്ല, ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻ വീതം ടോപ്പിക്കിൽ നിന്നും വന്നു. NCERTയിലെ സിമ്പിളായിട്ടുള്ള ഫോർമുലാസ് പഠിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. പിന്നെ കുറച്ച് അഡീഷണൽ ഫോർമുല കൂടെ പഠിച്ചാൽ സ്പീഡിൽ നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ട്രിഗണോമെട്രിയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കും. ഇപ്പോൾ 12th പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കാൽക്കുലസിലൊക്കെ വേണമല്ലോ, ഇൻ്റഗ്രേഷനിലൊക്കെ ഇത് ആവശ്യമുള്ളതുകൊണ്ട് കുറേ ഫോർമുലയൊക്കെ ഓർമ്മയുണ്ടാവും, മറ്റുള്ള ഫിസിക്സിലൊക്കെ ആവശ്യമുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ.